ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ സ്റ്റെയർ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി സ്റ്റെയറിന് ആവശ്യമായ ലൈറ്റ്സുകൾ എന്തൊക്കെയാണ്, ഈ 2 വേ ലൈറ്റ്സുകളിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കണം, ആ സ്റ്റെയർ കയറി വരുന്ന സ്ഥലത്തും അതുപോലെ തന്നെ കയറി തുടക്കുന്ന സ്ഥലത്തും അതിൻ്റെ ലാസ്റ്റ് വരുന്ന സമയത്തും 2 വേ സ്വിച്ചുകൾ കൊടുക്കണം. അതല്ലെങ്കിൽ എത്ര 2 വേ സ്വിച്ചുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഏതൊക്കെ ലൈറ്റ്സുകൾ കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ഇത് സ്റ്റെയർ കയറി വന്നിട്ടുള്ള ബോക്സാണ് വരുന്നത്. ആ 2 വേയുടെ കൺട്രോളിംഗ് ആണ് വരുന്നത്. നമ്മൾക്ക് ഉണ്ടോ, നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഒരു സ്റ്റാൻഡ് ലെയർ കൊടുക്കുന്നുണ്ട്, മുകളിൽ നിന്നും സ്റ്റെയറിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്ന സ്റ്റാൻഡ് ലെയർ വരുന്നുണ്ട്. പിന്നെ ഭിത്തികളിൽ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് ലൈറ്റുകൾ വരുന്നുണ്ട്. ഫുഡ് ലൈറ്റുകളും ഈ സ്റ്റാൻഡ് ലെയറും സൈഡിലുള്ള ലൈറ്റുകൾ അങ്ങനെ വരുന്നുണ്ട്. ഇനി ഏതൊക്കെയാണ് കണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഫുഡ് ലാമ്പുകൾ കൊടുക്കുന്നതിന് കറക്റ്റ് ഒരു മെഷർമെൻറ്റ് ഉണ്ടായിരിക്കണം. അതിൽ കറക്റ്റ് അല്ലെങ്കിൽ പ്രശ്നമായി വരും. കാരണം സ്കർട്ടിങ് അതിൻ്റെ മുകളിലേക്ക് കയറി വരും. 2 ഇഞ്ച് കനത്തിലാണ് ഓൾറെഡി കോൺക്രീറ്റിങ് വരുന്നത്, ഗ്രാനൈറ്റ് വരുന്നത്. അതിൻ്റെ തൊട്ടിൽ മുകളിൽ ഒരു 4 ഇഞ്ച് കൂടി സ്കർട്ടിങ് വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വേണം ഈ ബോക്സ് നിൽക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 10 ഇഞ്ചോളം നമ്മൾ ഹൈറ്റ് ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും സേഫ്റ്റി. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഫുഡ് ലാമ്പുകളും നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. കണ്ടോ, ആ ഒറ്റ ലെയറിൽ തന്നെ 3 ഫുഡ് ലാമ്പുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഏകദേശം 10 ഇഞ്ചിന് മുകളിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ 10 ഇഞ്ചിന് മുകളിൽ കൊടുത്താൽ മാത്രമേ സേഫ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാനൈറ്റിൻ്റെ സ്കട്ടിങ് ചിലപ്പോൾ ഒരു കോർണറിലൂടെ കയറി ഇറങ്ങിപ്പോവും. പിന്നീട് നമ്മളത് കുത്തിപ്പൊളിച്ച് വീണ്ടും മാറ്റി വയ്ക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഏകദേശം ഒരു 10 ഇഞ്ചിന് മുകളിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സേഫ്റ്റി ആയിട്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ നടക്കാൻ അതായത് ലൈറ്റ് കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കും. ഇത് നമ്മൾ വരുന്നത് ലാൻഡിങ്ങിൻ്റെ തന്നെ 2 ലാൻഡിങ്ങാണ് ഈ സ്റ്റെയറിന് വരുന്നത്. 2 ലാൻഡിങ് ഇത്തിരി ലെങ്തി ആയതുകൊണ്ടാണ് ആ 2 ലാൻഡിങ് വരുന്നത്. ലാൻഡിങ് കയറുന്നതിന് മുന്നേ കേട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റും, 3 ഫുൾ ലാമ്പ് മുകളിൽ, പിന്നെ 2 ലാൻഡിങ്ങിൽ 2 പിന്നെ എക്സ്ട്രാ ഡിവൈഡ് ചെയ്തിട്ട് 2 കൂടി വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം എൻട്രൻസ് സ്വിച്ച് നമ്മളിവിടെ കയറുന്നതിന് മുന്നുള്ള സ്റ്റെയർ കയറുന്നതിന് മുന്നാണ് നമ്മൾ അതിൻ്റെ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതൊരു 4 മോഡ്യൂളിൻ്റെ ബോക്സാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 2 2വേയും 2 എക്സ്ട്രാ ലൈറ്റും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 2വേ എന്ന് ഉദ്ദേശിച്ചത്, ഒന്ന് നമുക്ക് ഫുഡ് ലാമ്പ് കൊടുക്കാം, പിന്നെ ഒരു മെയിൻ ലൈറ്റ് നിങ്ങൾക്ക് സ്റ്റാൻഡ് ലെയർ വേണമെങ്കിൽ സ്റ്റാൻഡ് ലെയർ കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റെയറിൻ്റെ 2 ലാൻഡിങ്ങിലുള്ള 2 ഫാൻസി ലൈറ്റുകൾ നമുക്ക് കൊടുക്കാം. അത്യാവശ്യം പ്രകാശം കിട്ടുന്ന 2 ലൈറ്റുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. മിനിമം 2 2വേ എങ്കിലും ചെയ്യുന്നതാണ് നല്ലത്. ഫുഡ് ലാമ്പ് നമുക്ക് മുകളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അത്യാവശ്യം സ്റ്റെയറിൽ വേണ്ട വെട്ടവും നമുക്ക് സ്റ്റെയറിൽ എൻ്റെ തന്നെ 2വേയിൽ ഓപ്പറേറ്റ് ചെയ്യാം. ഈ ലാൻഡിങ് കയറി ചെന്നതിന് ശേഷം നമുക്ക് മുകളിലാണ് എൻ്റെ ലാൻഡിങ് കൊടുത്തിരിക്കുന്നത്. ലാൻഡിങ്ങിൻ്റെ സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത് ഇതും 130 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.